നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം ധൃതരാഷ്ട്ര വിദുര കലഹം. ധൃതരാഷ്ട്രന് എതിരായിട്ട് നാട്ടുകാർ പരസ്യമായി സംസാരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പരിഭ്രമിച്ചു. അദ്ദേഹം ഒരു ദിവസം വിദുരനോട് ഇതേപ്പറ്റി സംസാരിച്ചു. ധൃതരാഷ്ട്രൻ: നാട്ടുകാർ എന്നെ അധിക്ഷേപിക്കുന്നു, ഞാൻ എന്താണ് വേണ്ടത്? അവർ നമ്മെ സ്വീകരിക്കുന്നതിന് എന്താണ് ഉപായം? വിദുരൻ: പാണ്ഡവന്മാരിൽ നിന്ന് ലഭിച്ച സകല സമ്പത്തും അവർക്ക് മടക്കി കൊടുക്കുക, സ്വന്തമായ സ്വത്തുകൊണ്ട് സുഖിക്കുക, പരന്മാരുടെ സ്വത്തിൽ ആഗ്രഹിക്കാതിരിക്കുക. അങ്ങനെ ചെയ്താൽ അങ്ങേക്ക് കീർത്തിദോഷം ഉണ്ടാവുകയില്ല, ധർമ്മം നശിക്കുകയുമില്ല. ദുശാസനൻ പരസ്യമായി സഭയിൽ വെച്ച് ഭീമനോടും ദ്രൗപദിയോടും ക്ഷമായാചനം ചെയ്യുകയും വേണം. ഭഗവാന്റെ ചോദ്യത്തിന് എനിക്ക് പറയാൻ കഴിയുന്ന മറുപടി ഇതുമാത്രമാണ്. ധൃതരാഷ്ട്രൻ: നീ എപ്പോഴും പക്ഷപാതപരമായിട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഗുണം വരുന്നത് നിനക്ക് സഹിക്കുന്നില്ല. പാണ്ഡവന്മാർക്ക് ഗുണമുണ്ടാകണം എന്ന് മാത്രമേ നിനക്ക് വിചാരമുള്ളൂ. എൻ്റെ മക്കളെ തള്ളി പറയുവാനാണ് നീ ഉപദേശിക്കുന്നത്. മേലിൽ എനിക്ക് നിൻ്റെ ഉപദേശം ആവശ്യമില്ല. നിനക്ക് യഥേഷ്ടം പോവുകയോ നിൽക്കുകയോ ചെയ്യാം. ഇത്രയും പറഞ്ഞിട്ട് ധൃതരാഷ്ട്രൻ പെട്ടെന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഈ വംശം മുടിഞ്ഞത് തന്നെ, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് വിദുരൻ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. വിദുരൻ ഹസ്തിനപുരത്തിൽ നിന്നും നേരെ കാമ്യകവനത്തിലേക്കാണ് പോയത്. അദ്ദേഹം പാണ്ഡവന്മാരുടെ അടുത്തെത്തി. ഹസ്തിനപുരത്ത് വെച്ച് താനും ധൃതരാഷ്ട്രനും കൂടി നടന്ന സംഭാഷണമെല്ലാം പാണ്ഡവരെ അറിയിച്ചു. വിദുരൻ തുടർന്നു: ധൃതരാഷ്ട്രൻ എന്നെ ഉപേക്ഷിച്ചു, എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. യുധിഷ്ഠിര, ശത്രുക്കൾ വിഷമങ്ങൾ സൃഷ്ടിച്ചാലും ക്ഷമയോടെ ഇരിക്കുന്നവൻ യഥാകാലം തീപ്പൊരിയിൽ നിന്നും മഹാഗ്നി എന്ന പോലെ ശക്തനായിട്ട് ലോകത്തെ അടക്കി ഭരിക്കും. സത്യമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. പാഴ്വാക്കുകൾ പറയരുത്. സുഹൃത്തുക്കളുടെ മധ്യത്തിൽ താനാണ് കൂടുതൽ യോഗ്യൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും പെരുമാറരുത്. യുധിഷ്ഠിരൻ: ഇളയച്ചൻ പറഞ്ഞതുപോലെ ആവുന്ന വിധം കരുതലോടെ തെറ്റാതെ ജീവിക്കാം. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധൃതരാഷ്ട്രരുടെ ഉപദേശകനും അന്ധനായ അദ്ദേഹത്തിന് എല്ലാം വിവരിച്ചു കൊടുക്കുന്നവനുമായ സഞ്ജയൻ അവിടെ എത്തി. വീണ്ടും വിചാരമുണ്ടായപ്പോൾ താൻ വിദുരനോട് കോപിച്ച് അട്ടിയോടിച്ച് തെറ്റായിപ്പോയെന്ന് ധൃതരാഷ്ട്രക്ക് തോന്നി. വിദുരനെ ഹസ്തിനപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനായിട്ട് ധൃതരാഷ്ട്രൻ സഞ്ജയനെ നിയോഗിച്ചു. അതനുസരിച്ചാണ് അയാൾ കാമ്യകവനത്തിൽ എത്തിയത്. അയാൾ വിദുരനെ വിവരമറിയിച്ചു. യുധിഷ്ഠിരൻ്റെ അനുമതിയോടെ വിദുരൻ ഹസ്തിനപുരിയിലേക്ക് മടങ്ങിപ്പോയി. വിദുരൻ ധൃതരാഷ്ട്രൻ്റെ സമീപത്തെത്തി. ധൃതരാഷ്ട്രൻ സ്നേഹത്തോടെ വിദുരനെ ആലിംഗനം ചെയ്തു പറഞ്ഞു: അനിയ, എൻ്റെ ഭാഗ്യം കൊണ്ടാണ് നീ മടങ്ങിയെത്തിയത്. നീ പോയതിൽ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞൊക്കെ നീ ക്ഷമിക്കണം. വിദുരൻ: പ്രിയപ്പെട്ട ജ്യേഷ്ഠ, ഞാൻ അങ്ങയോട് എന്നെ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാണ്ഡുവിൻ്റെ പുത്രന്മാരെ പോലെ തന്നെയാണ് എനിക്ക് അങ്ങയുടെ പുത്രന്മാരും. എന്നാൽ പാണ്ഡവന്മാർ അശരണരായി കാട്ടിൽ ജീവിക്കുന്നതോർത്ത് അവരോട് എനിക്ക് കനിവുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. വിദുരരെ ഹസ്തിനപുരിയിൽ നിന്നും ആറ്റിപ്പായിച്ചു എന്നറിഞ്ഞപ്പോൾ ദുര്യോധന പ്രവൃത്തികൾ അതിയായി സന്തോഷിച്ചു. എന്നാൽ വിദുരനെ തിരികെ വിളിച്ചുവെന്നും വിദുരൻ വന്നെത്തി ധൃതരാഷ്ട്രനെ കണ്ടുവെന്നും അറിഞ്ഞപ്പോൾ ദുര്യോധനൻ അസ്വസ്ഥനായി. വിദുരൻ്റെ ഉപദേശം സ്വീകരിച്ച് പാണ്ഡവന്മാരുടെ വനവാസം അവസാനിപ്പിച്ച് അവർക്ക് രാജ്യം തിരിച്ചു കൊടുത്തു കളയുമോ എന്ന ഭയം അവനുണ്ടായി. അവൻ ശകുനിയോടും ദുശാസനോടും കർണനോടും മറ്റും ഗൂഢാലോചന തുടങ്ങി. ദുര്യോധനൻ പറഞ്ഞു: പാണ്ഡവന്മാർ ശ്രേയസ്സോടുകൂടി ഇരിക്കുന്നത് കാണാൻ ഇടയായാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കുകയില്ല. യുധിഷ്ഠിരൻ ഒരിക്കലും സത്യം തെറ്റിക്കുന്നവനല്ലാത്തതുകൊണ്ട് വനവാസം ഉപേക്ഷിച്ച് പാണ്ഡവന്മാർ നാട്ടിലേക്ക് മടങ്ങുകയില്ലെന്ന് പറഞ്ഞ് ശകുനി ദുര്യോധനനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കർണൻ്റെ നിർദ്ദേശമാണ് ദുര്യോധനന് കൂടുതൽ സ്വീകാര്യമായത്. കർണൻ പറഞ്ഞു: ക്ഷീണിതരായി കാട്ടിലൊക്കെ ഉഴറി നടക്കുകയാണ് പാണ്ഡവന്മാർ. ഈ സന്ദർഭത്തിൽ നമുക്ക് അവരെ ആക്രമിച്ച് കൊല്ലാൻ കഴിയും. നാം വേണ്ട സന്നാഹങ്ങളോടുകൂടി കാട്ടിൽ പോയി പാണ്ഡവന്മാരുടെ വംശനാശം വരുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അതിന് സമ്മതിച്ചു. പ്രത്യേകമായി തേരിൽ കയറി അവർ കാമ്യകവനത്തിലേക്ക് പോകുന്നതിന് തയ്യാറായി. ഇതെല്ലാം ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയ വേദവ്യാസൻ തദവസരത്തിൽ അവിടെ എത്തി ദുര്യോധനനെയും മറ്റും അവരുടെ ഉദ്യമത്തിൽ നിന്നും തടഞ്ഞു. അദ്ദേഹം ധൃതരാഷ്ട്രനെ കണ്ടു പറഞ്ഞു: വിഡ്ഢിയായ നിൻ്റെ പുത്രൻ പാണ്ഡവന്മാരെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവൻ വെറുതെ ഇരിക്കുന്നതാണ് നല്ലത്. അവരെ കൊല്ലാൻ കാട്ടിൽ ചെന്നാൽ പിന്നെ നിൻ്റെ മകൻ മടങ്ങി വരിക ഉണ്ടാവില്ല. നീ അവനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ ആപത്തുണ്ടാകും. അവൻ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പ്രമാണം. ധൃതരാഷ്ട്രൻ: മുനെ, എൻ്റെ താല്പര്യം കൊണ്ടല്ല ചൂതുണ്ടായത്. വിധി എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാണ്. കാര്യമൊക്കെ അറിയാമെങ്കിലും
പുത്രസ്നേഹം കൊണ്ട് എനിക്ക് ദുര്യോധനെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. വ്യാസൻ: പാണ്ഡുവിനെ പോലെ നീയും എൻ്റെ പുത്രനാണ്. നിങ്ങളുടെ പുത്രന്മാർ എനിക്ക് സമന്മാരാണ്. എങ്കിലും ദീനന്മാരോട് കൂടുതൽ സ്നേഹം തോന്നും. പാണ്ഡവന്മാരുടെ ഇപ്പോഴത്തെ നിലയോർത്ത് ഞാൻ അവരോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചതാണ്. നിന്റെ പുത്രന്മാർ ജീവനോടെ ഇരിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പാണ്ഡവന്മാരോടുള്ള വൈരം ഉപേക്ഷിക്കണം. വ്യാസൻ പറഞ്ഞു. ധൃതരാഷ്ട്രർ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ ചിന്തയിലാണ്ടു. ഇനി കിർമീരവധം. കാമികവനം നരഭോജികളായ രാക്ഷസന്മാർ സഞ്ചരിക്കുന്ന പ്രദേശമായിരുന്നു. തന്മൂലം മുനിമാരും ഇടയന്മാരും രാക്ഷസന്മാരെ ഭയപ്പെട്ട് അവിടം വിട്ടൊഴിഞ്ഞിരുന്നു. പാണ്ഡവന്മാർ കാമികവനത്തിൽ എത്തിക്കഴിഞ്ഞ് ഒരു ദിവസം രാത്രിയിൽ പന്തവും കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുകളും ഉരുട്ടി നിൽക്കുന്ന ഒരു രാക്ഷസനെ വഴിയിൽ കണ്ടു. അവൻ സംഹാരരുദ്രനെ പോലെ പാണ്ഡവന്മാരുടെ നേരെ പാഞ്ഞെടുത്തു. തെല്ലും ഭയപ്പെടാതെ ശാന്തനായി യുധിഷ്ഠിരൻ അവനോട് ചോദിച്ചു: നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? രാക്ഷസൻ: ഞാൻ ഭഗൻ്റെ അനുജനായ കുർമീരനാണ്. ഈ വനം എൻ്റേതാണ്. മനുഷ്യമാംസമാണ് എൻ്റെ ആഹാരം. ഇന്ന് എൻ്റെ ആഹാരത്തിനെത്തിയ നിങ്ങൾ ആരാണ്? യുധിഷ്ഠിരൻ: ഞങ്ങൾ പാണ്ഡവന്മാരാണ്. യുധിഷ്ഠിരൻ എന്നാണ് എൻ്റെ പേര്. ഭീമാർജുനാദികളായ സഹോദരന്മാരോടുകൂടി ഞങ്ങൾ വനവാസത്തിന് ഇവിടെ എത്തിയതാണ്. കുർമീരൻ: ഓ, വളരെ നന്നായി. ഞാൻ നിങ്ങളുടെ ഭീമനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവൻ എൻ്റെ ജ്യേഷ്ഠനായ ഭഗനെ കൊന്നു. എൻ്റെ സ്നേഹിതനായ ഇടുമ്പനെ കൊന്ന് അവൻ്റെ സഹോദരിയെ അപഹരിച്ചു. എവിടെ ഭീമൻ? ഞാൻ അവനെ കൊന്ന് എൻ്റെ ജ്യേഷ്ഠനോടും സുഹൃത്തിനോടുമുള്ള കടമ നിർവഹിക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ അവനെ കൊന്നു തിന്നും. ഇത് കേട്ടുകൊണ്ടു നിന്ന ഭീമൻ സമീപത്തു നിന്നൊരു വലിയ മരവും പിഴുതെടുത്തുകൊണ്ട് കിർമീരൻ്റെ മുന്നിലേക്ക് ചാടി. ഞാനാടാ നീ അന്വേഷിക്കുന്ന ഭീമൻ. ഇപ്പോൾ തന്നെ നിൻ്റെ കഥ കഴിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യമദണ്ഡം പോലെയുള്ള ഊക്കൻ വൃക്ഷം കൊണ്ട് രാക്ഷസൻ്റെ തലയിലടിച്ചു. എന്നാൽ കിർമീരന് ഒരു കൂസലും ഉണ്ടായില്ല. അവനും ഒരു വിഷം പിഴുതെടുത്ത് ഭീമനോട് നേരിട്ടു. ഒട്ടുനേരം വിഷം കൊണ്ട് യുദ്ധം ചെയ്ത അവർ പിന്നീട് മുഷ്ടിയുദ്ധത്തിൽ ഏർപ്പെട്ടു. രണ്ടുപേരും ആദ്യമൊക്കെ സമമായ യുദ്ധത്തിൽ പോരാടിയെങ്കിലും രാക്ഷസൻ കുറേശ്ശെ ക്ഷീണിതനാകുന്നുവെന്ന് ഭീമൻ മനസ്സിലാക്കി. അവൻ രാക്ഷസൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. അതോടൊപ്പം അവൻ്റെ അരക്കെട്ടിൽ മുട്ടുകൊണ്ട് ഇടിക്കുകയും ചെയ്തു. കണ്ടത്തിലെ പിടി മുറുകിയതോടെ രാക്ഷസൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. അവൻ്റെ നാക്ക് പുറത്തു ചാടി. വായിൽ കൂടിയും മൂക്കിൽ കൂടിയും ചോരയൊലിച്ചു. അവനെ ഭീമൻ ശക്തിയോടെ നിലത്തേക്ക് അടിച്ചു. അതോടെ അവൻ്റെ കഥ കഴിഞ്ഞു. ഇടുമ്പനും ഭഗനും പോയ വഴിയെ തന്നെ നീയും പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഭീമൻ കൈകൾ മേൽപോട്ട് ഉയർത്തി കുടഞ്ഞു. യുധിഷ്ഠിരനും സഹോദരന്മാരും പാഞ്ചാലിയും ഭീമനെ പ്രശംസിച്ചു. ഗർമീരൻ മരിച്ചതോടുകൂടി മറ്റ് രാക്ഷസന്മാരെല്ലാം കാമികവനം വിട്ടുപോയി. മുനിമാർക്കും ഇടയന്മാർക്കുമെല്ലാം അവിടെ നിർബാധം സഞ്ചരിക്കാം എന്ന നില വന്നു. എല്ലാവരും ഭീമനെയും സഹോദരന്മാരെയും അഭിനന്ദിച്ചു. ഇനി ബന്ധുജന സമാഗമങ്ങൾ. പാണ്ഡവന്മാർ കാമികവനത്തിൽ താമസിക്കുന്ന കാലത്ത് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ പല രാജാക്കന്മാരും അവിടെ എത്തി അവരെ സന്ദർശിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ ദ്വാരകയിൽ നിന്നും കൃഷ്ണനും എത്തിയിട്ടുണ്ടായിരുന്നു. രാജാക്കന്മാരെല്ലാം ധാർത്തരാഷ്ട്രന്മാരുടെ കടുംകൈയെപ്പറ്റി രോഷം കൊള്ളുകയും വാസുദേവനെ നേതാവാക്കി ധാർത്തരാഷ്ട്രരെ ആക്രമിച്ച് തോൽപ്പിച്ച് പാണ്ഡവന്മാർക്ക് രാജ്യം വീണ്ടെടുത്തു കൊടുക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ദുര്യോധനാദികളുടെ അധികാരപ്രമത്തത ഉടൻ തന്നെ ഇല്ലാതാക്കുന്നതിന് കൃഷ്ണനും അനുകൂലിച്ചു. അദ്ദേഹം തൻ്റെ രൗദ്രഭാവം പ്രകടിപ്പിച്ചു. അത് കണ്ട് എല്ലാവരും ഭീതരായി. കൃഷ്ണൻ പറഞ്ഞു: ദുര്യോധനാദികളുടെ ചോര ഭൂമിദേവി കുടിക്കും. ഇവരെയും ഇവരുടെ കൂടെ കൂടുന്ന സകല രാജാക്കന്മാരെയും കൊന്ന് ധർമ്മപുത്രനെ രാജാവായി അഭിഷേകം ചെയ്യണം. ചതിക്കുന്നവനെ കൊല്ലണമെന്നുള്ളത് ശാശ്വത ധർമ്മമാണ്. ക്രുദ്ധനായ വാസുദേവനെ കോപോജ്വലനായി കണ്ടപ്പോൾ അർജുനൻ മഹാവിഷ്ണുവായ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ള മഹത് കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു. 14 ലോകങ്ങളും ഞൊടിയിടയിൽ ഭസ്മമാക്കാൻ കഴിയുന്ന സാക്ഷാൽ പരബ്രഹ്മമായ കൃഷ്ണൻ ധാർത്തരാഷ്ട്രന്മാരെ ഉന്മൂലനാശം വരുത്താൻ അത്രയും സമയം വേണ്ടതില്ല എന്നറിയിച്ചിട്ട് വിനീതനായി പറഞ്ഞു: അല്ലയോ ദേവ, എൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ ചെയ്തിട്ടുള്ള സത്യം പാലിക്കുന്നതിന് അദ്ദേഹത്തെ അനുവദിച്ചാലും 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും നടത്താമെന്ന് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സത്യത്തിന് ഭംഗം വരുന്നത് അധർമ്മമായിട്ടേ അദ്ദേഹം കരുതുകയുള്ളൂ. കൃഷ്ണൻ ശാന്തനായി അദ്ദേഹം പറഞ്ഞു: അർജുന, നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതാണ്. എൻ്റേതെല്ലാം നിൻ്റേതുമാണ്. നീ നരനാണ്, ഞാൻ നാരായണനായ ഹരിയാണ്. നാരായണ മഹർഷികളായ നാം ഭൂമിയിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ജനിച്ചിരിക്കുകയാണ്. നമുക്കുള്ളിൽ അന്തരമില്ല. ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ട് നിന്നിരുന്ന
പാഞ്ചാലി കരഞ്ഞുകൊണ്ട് കൃഷ്ണനെ സമീപിച്ച് ദുര്യോധനാദികളിൽ നിന്ന് അവൾക്ക് നേരിടേണ്ടി വന്ന ദ്രോഹങ്ങളെപ്പറ്റി പരിദേവനം ചെയ്തിട്ട് പറഞ്ഞു. ഹേ മധുസൂദന, അങ്ങേക്ക് എന്നോടുള്ള കൃപാകടാക്ഷങ്ങൾ എനിക്ക് നല്ലതുപോലെ അറിയാം. സഭയിൽ വെച്ച് എൻ്റെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ എൻ്റെ മാനം കത്തുരക്ഷിച്ച ശരണാഗതപ്രിയനായ അങ്ങയേക്കാൾ വലിയൊരു സഹായി എനിക്ക് ആരുണ്ട്? മേലിലും ഞങ്ങൾക്ക് നീ തന്നെ രക്ഷകൻ. ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ വികാരവിവശനായി അദ്ദേഹം പറഞ്ഞു, സോദരി, നീ കരയേണ്ട. പാണ്ഡുപുത്രന്മാർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. ഞാനിതാ സത്യം ചെയ്യുന്നു, നീ രാജപത്നിയായി വീണ്ടും വിളങ്ങും. തൻ്റെ സഹോദരിയുടെ ദുഃഖം കണ്ട് പരിതപിച്ചുകൊണ്ട് നിന്നിരുന്ന ദൃഷ്ടദ്യുമ്നൻ പറഞ്ഞു, അനിയത്തി, നീ സമാധാനമായിട്ടിരിക്കൂ. ഞാൻ ദ്രോണനെ കൊല്ലും, ശിഖണ്ഡി ഭീഷ്മനെ കൊല്ലും, അർജുനൻ കർണനെയും ഭീമൻ ദുര്യോധനെയും കൊല്ലും. രാമകൃഷ്ണന്മാരുടെ സഹായത്താൽ നാം അജയ്യരായി ഭവിക്കും. ക്ഷുഭിതരായി അവിടെ ഉണ്ടായിരുന്ന മറ്റു രാജാക്കന്മാരും സമാധാനചിത്തരായി. കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ഞാൻ ദ്വാരകയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ ക്ഷണിച്ചിരുന്നില്ലെങ്കിൽ കൂടി ചൂതിൻ്റെ സന്ദർഭത്തിൽ ഞാൻ അസുരപുരിയിൽ എത്തുമായിരുന്നു. ചൂതിൻ്റെ ദോഷങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ ചൂത് തടയുമായിരുന്നു. ചൂതാട്ടം, സ്ത്രീവേട്ട, മദ്യപാനം എന്നീ ചതുർദോഷങ്ങൾ നാശഹേതുക്കളാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് അനർത്ഥം വരുത്തുന്നതാണ് ചൂതാട്ടം. വാശി വർദ്ധിച്ച് വാക്കേറ്റവും മറ്റു പല അനർത്ഥങ്ങളും അത് വരുത്തിക്കൂട്ടും. ഞാൻ ദ്വാരകയിൽ മടങ്ങിയെത്തിയപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അറിയുന്നത്. അപ്പോൾ ഭവാനെ കാണുവാൻ തിടുക്കമായി ഉടനെ ഇങ്ങോട്ട് പുറപ്പെട്ടു. യുധിഷ്ഠിരൻ, അങ്ങ് എവിടെ പോയിരുന്നു? കൃഷ്ണൻ, ഞാൻ സാല്വൻ്റെ നഗരത്തിലേക്ക് അവനെ വധിക്കുവാൻ പോയിരിക്കുകയായിരുന്നു. ഭവാന്റെ രാജസൂയാഗത്തിൽ വെച്ച് ശിശുപാലനെ ഞാൻ വധിച്ച വിവരമറിഞ്ഞ് അവൻ്റെ ഉറ്റ സുഹൃത്തായ സാല്വരാജാവ് ഞാൻ ദ്വാരകയിൽ ഇല്ലാത്ത സമയം നോക്കി ദ്വാരകയിലെത്തി. അവൻ പരമശിവനെ തപസ്സു ചെയ്ത് ഭൂമിയിൽ വെച്ച് ആരും തന്നെ വധിക്കരുത് എന്നൊരു വരവും മയനിൽ നിന്ന് ആകാശ സഞ്ചാരം ചെയ്യാവുന്ന സൗഭകം എന്നു പേരോടുകൂടി ഒരു തേരും സമ്പാദിച്ചിരുന്നു. ജ്യേഷ്ഠൻ ബലരാമനും എൻ്റെ പുത്രൻ പ്രദ്യുമ്നനും കൂടി അവനെ എതിർത്തു. രണ്ടു ഭാഗത്തും ധാരാളം ആളുകൾ മരിച്ചു. ഒരിക്കൽ പ്രദ്യുമ്നൻ മോഹാത്സ്യപ്പെട്ടുപോയി. അതിഘോരമായിരുന്നു യുദ്ധം. ഞാൻ ദ്വാരകയിലെത്തിയപ്പോൾ സാലൻ വെട്ടിവെച്ച വിനയും അവൻ എന്നെ അവഹേളിക്കുന്ന വിധത്തിൽ നടത്തിയ പരാമർശങ്ങളും അറിഞ്ഞു. അവനെ കൊല്ലാൻ തന്നെ തീർച്ചപ്പെടുത്തി അവനെ തിരക്കി മാർത്തികാവതത്തിലെത്തി. അവൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ എല്ലായിടത്തും തിരക്കി. അവൻ കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിൽ നിൽക്കുന്നതായി കണ്ടു. ഞാൻ പാഞ്ചജന്യം മുഴക്കി. അവൻ എന്നോട് മായായുദ്ധം നടത്തി. ഞാനത് മായയാൽ തന്നെ തടുത്തു. അവസാനം സുദർശന ചക്രം പ്രയോഗിച്ച് മായാവിയായ അവനെ കൊന്നു. യുദ്ധം 27 ദിവസം നീണ്ടുനിന്നു. അങ്ങനെയാണ് എനിക്ക് ദൂതത്തിൻ്റെ സമയത്ത് അസുരപുരിയിലെത്താൻ കഴിയാതെ വന്നത്. ഏതായാലും ഭവാൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം മംഗളമായി വരും. ഇത്രയും പറഞ്ഞ് എല്ലാവരോടും യാത്ര ചോദിച്ച് സുഭദ്രയെയും പുത്രൻ അഭിമന്യുവിനെയും കൂട്ടി കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോയി. പാഞ്ചാലിയുടെ 5 പുത്രന്മാരെയും കൊണ്ട് ദൃഷ്ടദ്യുമ്നൻ പാഞ്ചാലത്തേക്ക് മടങ്ങി. മറ്റ് രാജാക്കന്മാരും അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയി. ഇനി ദ്രൗപദി യുധിഷ്ഠിര സംവാദമാണ്. അത് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപേക്ഷിക്കണു. നന്ദി, നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.